ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മുടെ പറമ്പിലൊക്കെ എപ്പോഴും കാണുന്ന ശംഖുപുഷ്പമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു വയലറ്റ് ഷെയ്ഡാണിത്. ഇതിപ്പോൾ നല്ല ഒരു കളർഫുൾ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വെച്ചിട്ടൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ആ ഒരു ശംഖുപുഷ്പം കുറച്ചിങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു 2 കളറുണ്ട് കേട്ടോ. അതിലൊരു ബ്ലൂ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വൈറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ആ ഒരു ശംഖുപുഷ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇതിങ്ങനെ ആ ഒരു പറമ്പിലൊക്കെ ഇങ്ങനെ കാണാൻ കുറേ ഇങ്ങനെ കാണും. എന്നിട്ട് നല്ല നീളമുള്ള സ്റ്റെമ്മൊക്കെ ആയിട്ടൊരു കുഞ്ഞ് ഫ്ലവറാണ്. പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ അതിങ്ങനെ ക്യാമറയിൽ കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു യെല്ലോ കളറും വൈറ്റ് കളറൊക്കെ ആയിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒന്നിങ്ങനെ പറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു പ്രത്യേക തരം ഒരു മുല്ലയുണ്ട്, അതിൻ്റെ ഒരു ലീവ്സും ഫ്ലവേഴ്സൊക്കെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുമിച്ചങ്ങ് പറിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ നോക്കിയപ്പോൾ വൈറ്റ് ശംഖുപുഷ്പം ഇങ്ങനെ 2 എണ്ണം ഉള്ളായിരുന്നു ആ ഒരു വള്ളിയിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ വയലറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ ശരിക്കും ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. അതിൻ്റെ ഒരു ലീവ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാനും. പിന്നെ നല്ല നീളത്തിലുള്ളൊരു സ്റ്റെമ്മൊക്കെ ആയിട്ടൊരു കുഞ്ഞു ഫ്ലവറാണ് അതിൻ്റെ ഒരു ടിപ്പിലുണ്ടാവുക. നടുക്ക് ഇങ്ങനെ യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാനും. ഈ പൂവിൻ്റെ മൊട്ടുകളാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട്, അതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് പിങ്ക് കളറൊക്കെ ആയിട്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് ആണെങ്കിലും വിരിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാറി പോകുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ. ആ വിത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊട്ടും ഫ്ലവേഴ്സും അപ്പോൾ എല്ലാ സ്റ്റേജിലുള്ള ഫ്ലവേഴ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. നമ്മൾ ഊട്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ഊട്ടി ഫ്ലവർ ഉണ്ടല്ലോ, 1 വർഷം വരെയൊക്കെ കേടാവാതെ നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്ലവറിൻ്റെ ഒരു വേരിയേഷനാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു വൈറ്റും അതുപോലെ വയലറ്റ് കളറും ശംഖുപുഷ്പമാണ്. അപ്പോൾ വൈറ്റ് കളർ രണ്ടും ഇവിടെ ഉണ്ട്. ആ വൈറ്റ് ഇങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവാറില്ല, പക്ഷേ വയലറ്റ് നല്ലോണം ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ടും. കറക്റ്റ് ആ ഒരു ശംഖിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു വയലറ്റും വൈറ്റും കൂടെ ഒക്കെ വെച്ച സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട്. അതിനൊരു പ്രത്യേക ഒരു ലൈൻസൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഞാനിങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലവേഴ്സ് ഇങ്ങനെ മാറ്റിയെടുക്കണം. അപ്പം ഞാൻ സ്റ്റെമ്മിന്ന് ആ ഒരു ഫ്ലവേഴ്സ് മാത്രം ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കണം, ആ ഒരു വയലറ്റും അതുപോലെ ആ ഒരു വൈറ്റ് കളറും. അപ്പോൾ അതിൻ്റെ ലീവ്സ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അത്രക്കൊരു ഭംഗിയില്ലാത്ത ടൈപ്പ്, കുറച്ചൊരു വലിയൊരു ടൈപ്പ് ലീവ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ഫ്ലവേഴ്സ് മാത്രം ഒന്നിങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ നമ്മളുടെ ആ ഒരു കുഞ്ഞു ഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ ശംഖുപുഷ്പം മാത്രം വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ പറിക്കാൻ പോയ സമയത്ത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ശംഖുപുഷ്പത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫ്ലവറാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലീവ്സും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ്, ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ടൈപ്പ് ലീവ്സാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ലീവ്സ് എടുക്കുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്ട്രാ അങ്ങനെ ആ ഒരു ലീവ്സ് മാത്രം പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിലത് ആ ലീവ്സും അതുപോലെ സ്റ്റെമ്മും ഫ്ലവർ എല്ലാം കൂടെ ഉള്ളതും ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ബഡ്സും പിന്നെ ഒരു വിരിഞ്ഞിരിക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോൻ്റെ ഒരു കളർ ചെയ്യുന്ന ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ നോട്ട്ബുക്കോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാഗസിനൊക്കെ യൂസ് ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ആ ഒരു ഗ്ലൈസിങ്ങുള്ള ടൈപ്പ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ശരിയാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്നിങ്ങനെ അബ്സോർബ് ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സാധാരണ ന്യൂസ് പേപ്പർ ടൈപ്പ് പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു നോട്ട്ബുക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ. അതിൻ്റെ ഒരു ചുളിവുകളൊക്കെ ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ പരത്തി വെക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ആ ഒരു ശംഖുപുഷ്പം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ അടുത്തടുത്ത് വെക്കരുത്, കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു നീറ്റായിട്ട് കിട്ടുമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്നിങ്ങനെ വിരിച്ചിട്ട് വെക്കുന്ന സമയത്താണ് നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് കിട്ടുക.
അങ്ങനെ നമ്മൾ ആ ഒരു പേജിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ കുറച്ചൊരു പേജ് വിട്ടിട്ട് ഇങ്ങനെ അടുത്തതിൽ അങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഫ്ലവേഴ്സ് 2 രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഇതിപ്പം പ്രസ് ചെയ്തിട്ട് ആ ഒരു ഡ്രൈ ഫ്ലവർ ആക്കി എടുക്കുന്ന രീതിയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചൂട് കൂടുതലായിട്ട് ചെയ്യരുത്. അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങോട്ട് ഫെയ്ഡായിട്ട് നമുക്ക് അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല കിട്ടുമ്പം. അപ്പോൾ അങ്ങനെ നമുക്ക് 2 രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബുക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഞാൻ ആ കുഞ്ഞ് ഫ്ലവറും ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ശംഖുപുഷ്പം ഞാൻ മുമ്പ് ഒന്നിങ്ങനെ ഡ്രൈ ആക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ കുറച്ച് ലീവ്സും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആ ഒരു 2 ഒരുമിച്ചുള്ള ഒരു ടൈപ്പ് ലീവ്സും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ബുക്ക് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബെഡിൻ്റെ അടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറേ ബുക്കൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇങ്ങനെ നമ്മൾ ഡ്രൈ ആക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു പോട്ട്ലാട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എനിക്ക് പല്ലിന് ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്തിട്ട് ഭയങ്കര ഒരു വേദനയാണ്. അപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ 2 പാർട്ടായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ബുക്കിനുള്ളിലൊക്കെ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സൺഡേ ഒരു പോട്ട്ലാട്ടായിട്ട് കാണാം കേട്ടോ.